ഫീച്ചേഴ്സ് ഉണ്ട്, പോരാതെ നല്ല മസിൽസ് ഉണ്ട്. അപ്പൊ ഓനൊരു 4 മുഖം ഇങ്ങനെ ഇതായിട്ടുള്ളതല്ലേ? അതന്നെ. അത് ഏകദേശം റോഡ് കില്ലർ വേറെ റോഡ് വീലർ അല്ല വീലർ എന്താണ് അതല്ലാതെ ഒന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓൾഡ് എയർപോർട്ടിലേക്ക് പോവാണ്. HAL എയർപോർട്ട്, ബാംഗ്ലൂർ റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ എയർഫോഴ്സിന്റെ ഇവിടെ മെരിറ്റിന്റെ അപ്പുറത്തൊക്കെ ഞങ്ങള് താമസിച്ചിട്ടുണ്ട് രാത്രി സ്കൂളിൽ ടൂർ വന്ന സമയത്ത്. ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല ഉള്ളിൽ കയറി. അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചാടി ഒന്നും അടിക്കല്ലേ, ഫോട്ടോ എല്ലാരും കാണുന്നതല്ലേ. ഇതാണ് എയർപോർട്ട്. മറ്റേ ആവേശത്തിൽ ഇപ്പം പറഞ്ഞ പോലെ 1900 കഥകളുണ്ടാവും അവിടെ. 1940 അത് കാണിച്ചു കൊടുക്കാം. അത് പഴയ എയർപോർട്ട് കേട്ടോ. നമ്മൾ HLA എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ എൻട്രൻസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. കുറച്ച് മുന്നേ പോയാൽ പിന്നെ ഇല്ലല്ലോ എന്ന് ഉറപ്പിച്ചിട്ട് പോകണം. ബാക്കിൽ കാണാമല്ലോ. സിദ്ധാർത്ഥന്റെ വീഡിയോ കണ്ടങ്ങള്? അല്ല അത് ഇതല്ല കേട്ടോ, HAS അല്ല, ഒരു AV. മനോഹരമായ കാഴ്ചകളാണ്. പിന്നോട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്കിവിടെ ഇരിക്കാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ HLA എയർപോർട്ടിൽ അവിടെ പാർക്കിംഗ് ഇല്ല ഫ്രണ്ട്സ്. ഇവിടെ നമുക്ക് കിട്ടാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇവിടെ ഒരു മരമുണ്ട്. സാധനം പൊളിഞ്ഞു ഒരു ഇതാണ് കവറിങ് പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇറങ്ങാണ്. ഫ്രണ്ട്സ്
ഡോറടച്ചു. ഫോണ് ചാർജിലിരിക്കുന്നത്. പപ്പ ഇറങ്ങി. ഫ്രണ്ട്സ്, അപ്പൂസ് ഉറങ്ങി കേട്ടോ. അമ്മ അപ്പൂസിനെ എടുക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ അപ്പൂസ് ഉറങ്ങി. ഇപ്പം എണീറ്റ് തോന്നുന്നുണ്ട്. എണീറ്റ് ഫ്രണ്ട്സ്. ഹായ് അപ്പൂ. ഹായ് റഷി ചേട്ടാ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ചെയ്യണം. അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ കണ്ടറിയാൻ വേണം. ഇങ്ങോട്ടാണ് പോണത്. കാണാണ്ടോ ഒരു ജെറ്റ് പ്ലെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലെയിനില്. അതേപോലെ അവിടെ കുറേ പ്ലെയിൻ ഉണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, അവിടെ ആൾക്കാർ കൂടിയിട്ട്. ഇതൊക്കെ പ്ലെയിനാണ് ഫ്രണ്ട്സ്. അന്നേരം ഫ്രണ്ടിലേക്കാണ് പ്ലെയിൻ നിൽക്കുന്നത് ഫ്രണ്ട്സ്. എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ. മറ്റേ അയാൾ സിമുലേറ്റർ ഗെയിം എടുത്തിട്ടില്ലടാ പണ്ടരക്കാലം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സംഭവം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ. 2 വിമാനങ്ങൾ കിടക്കുന്നുണ്ട്. മറ്റേ സംഭവങ്ങളൊക്കെ തോന്നുള്ളൂ. ഇനി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. പിന്നെ ഒരു സിമുലേറ്റർ ഗെയിമിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ തന്നെ 18 വയസ്സ് വരെ അല്ലേ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതെന്താ സംഭവം നമുക്കറിയില്ല. ഇന്ത്യൻ്റെ ആർമി ഇത് ആർമി പണ്ട് ഉപയോഗിച്ചിരുന്ന മരുത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. 2 സീറ്റർ 2 എൻജിൻ ട്രെയിനേഴ്സിന് പോകാൻ പറ്റുന്ന 1961 HAL തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ് അല്ലേ മരുത്. ചെറുതാണ്, പക്ഷെ ഇവിടെ നേരിട്ട് അടുത്ത് കാണുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവണല്ലോ. ഫൈറ്റർ ട്രെയിനാണ്. MiG-21 ഫൈറ്റർ ട്രെയിനർ അല്ലേ. ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം നല്ല വെടിക്കോപ്പുകളുടെ സെറ്റപ്പ്, മിസൈൽ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് മിസൈൽ ഇരിക്കുന്നതല്ലേ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇതാ നമുക്ക് ഇതും ഒരു ഗണ്ണിൻ്റെ സെറ്റപ്പാണ് എന്നാണ് വിചാരിക്കണത്. നമുക്കതിനെ പറ്റി പൂർണ്ണമായിട്ട് അറിയില്ല അല്ലേ. നല്ല പ്രൊപ്പല്ലർ ഷിഫ്റ്റ് എൻജിൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പൈനിയം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ 36 IJT. ഇത് 1999 ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഫ്ലൈയിങ് ആയിട്ടുള്ളത് 7th 2023 750 km/h സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ ചിറകുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്.
ഇത് ലൈക്ക് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. അതിന്റെ സാധനം അല്ലേ സംഭവം സെറ്റപ്പാണ് ഫ്രണ്ട്സ്. മൊത്തത്തിൽ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഫ്രണ്ട്സ്. പൈലറ്റ് ഇല്ലാതെ പറന്നു പോയിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ മിസൈലും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ പോയിട്ട് ഇത് മിസൈൽ വിക്ഷേപിച്ചിട്ട് തിരിച്ചു വരും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആണ് അല്ലേ, അതായത് മെഷീൻ അല്ല. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കാണുന്നുണ്ട് പ്രൊജക്ഷൻ അല്ലേ, ഫിനിഷിങ് പണ്ട് യൂസ് ചെയ്ത് ഒഴിവാക്കി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക അല്ലേ. ഇത് ക്യാൻബറ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഒരു എയർക്രാഫ്റ്റ് ആണ്. അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ. മൾട്ടി റോൾ എയർക്രാഫ്റ്റ് എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. യൂസ്ഡ് ബൈ ദ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്തിരുന്നതാണ്. ബോംബറാണ്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫോട്ടോഗ്രാഫിക് റെക്കഗ്നൈസേഷനിൽ പോയിട്ട് ബോംബൊക്കെ വിക്ഷേപിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സെറ്റപ്പുള്ള ബോംബറാണ്. പിന്നെ മാത്രമല്ല അത് റോൾസ് റോയ്സിൻ്റെ ടർബോ എഞ്ചിൻസ് 2 വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംഭവം നല്ല സെറ്റപ്പാണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വർക്കുകളാണ് കംപ്ലീറ്റ്. കണ്ടില്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. മെഷീൻസ് വെച്ചിട്ടുള്ള കട്ടിങ്ങും ഇതൊന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ഇത് കാണുമ്പോൾ. പക്ഷെ ഈ സൈഡിൽ കൂടെ ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു ത്രില്ലേനു കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതൊരു ബോംബറാണെന്ന് പറഞ്ഞേ. ഇതിൻ്റെ ഒരു സംഭവം ഞാൻ കാണില്ല. ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റാത്ത സസ്പെൻഷനാണ് ടയറിലേക്കുള്ള. ഓക്കെ അല്ലേ, സംഭവം അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അല്ല, നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ആ ഒരു ഇതിൽ ഇവിടെ ബോംബും കാര്യങ്ങളൊക്കെ വിക്ഷേപിക്കുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആവുന്നുണ്ടാവും. മേ ബി അതിൻ്റെ ആയിരിക്കാം ഈ കാണുന്ന സംഭവം. ഇവിടെ രണ്ടാമത് ഇവർ കൊടുന്നിട്ട് റീഅസംബിൾ ചെയ്തിട്ടുള്ളതാണ് ഈ സെറ്റപ്പ്. ഒക്കെ പൊളിച്ചു കൊടുന്നിട്ട് പല ഭാഗങ്ങളും നമുക്ക് തുറക്കാൻ പറ്റാത്ത ഇതിൽ കണ്ടോ, റിബിറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി. നടക്ക് കാറ്റിൻ്റെ അല്ലേ, അതുപോലെ തന്നെ എയർപോർട്ടിൽ മറ്റേ കാറ്റിൻ്റെ ഇത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല, ഒരുപാട് മുമ്പ്. എൻ്റെ 2004 സമയത്തൊക്കെയുള്ള അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ ധ്രുവ്, അതാണിത് ആണല്ലേ. 12 സീറ്റിംഗ് കപ്പാസിറ്റി, 2 ക്രൂവും 12 ആളുകളും. 12 ആളും 14 2 ക്രൂവും 14 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററാണിത്. 12 ക്രൂവും പിന്നെ 2 പൈലറ്റും. 14 പേരിൽ 12 പാസഞ്ചേഴ്സ് 2 ക്രൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഒരു ക്ലിയർ ഇല്ല, പക്ഷേ പൈലറ്റാണ്. ഇതിൻ്റെ ഉൾഭാഗത്തെ ഉള്ളൊരു രൂപം ആണല്ലേ. കുറച്ചും കൂടെ വലിയ ഒരു സീക്കിം MK-42 പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്.
പിന്നെ ഫ്രണ്ട്സ് അതേപോലത്തെ ഒരു സാധനം കടയിൽ ആരുടെയെങ്കിലും വീട്ടിൽ വെറുതെ ചീഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണേ ചെയ്തിട്ടുള്ളൊരു ഹെലികോപ്റ്ററാണ്. ഇത് 1969 ഫസ്റ്റ് ഫ്ലൈയിങ് കേട്ടോ. അതിൻ്റെ 208 km/h അതിൻ്റെ ഇത്. ക്ലിംബ് 10.3 MS 1230 kilograms ആണുള്ളത്. ലെങ്ത്ത് ഓവറോൾ 22.15 മീറ്റർ ഉണ്ട് കേട്ടോ. അത് പീരീഡ് ഓഫ് ഓപ്പറേഷൻ 1969 ടിൽ ഡേറ്റ്. പവർ പ്ലാന്റ് ട്വിൻറ്റു റോൾസ് റോയ്സിൻ്റെ ഗ്നോം എന്ന് പറഞ്ഞിട്ടുള്ള H1400 ടർബോ ഷാഫ്റ്റ് എൻജിൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ നേവിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഹെലികോപ്റ്ററാണിത് UK എന്ന്. ഓക്കെ ബാക്കിയുള്ള സംഭവം കേട്ടോ ഭയങ്കര സെറ്റപ്പ് സംഭവമാണ്. അല്ല ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സൊക്കെ കടന്നിട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിൽ ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് വരുന്നുണ്ടാവുക അല്ലേ. ഒരു എന്താ പറയുക ഭയങ്കര സംഭവമാണ്. ഇത് കാണുമ്പോൾ നോക്കാം. റാഷി ഇത് കാണുമ്പോൾ നമുക്കൊരു ചേതക്കിൻ്റെ ഒക്കെ രൂപം. നമുക്ക് എന്താ തോന്നണേ ആ താഴത്തെ ടയറിന്റെ മുകളിലുള്ള ഏതെങ്കിലും ആ ഒരു ബൈക്കിന്റെ സൈഡിൽ ഇരിക്കുന്ന ചേതക്കിന്റെ ഇത് അടുത്തത് HPT 32. ഇതിൽ പണ്ട് റാഷി ഇതിലാണ് പോയിരുന്നൊക്കെ പറഞ്ഞിരുന്നു. റാഷി ഇതിലാണ് പോയിരുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ റാഷി പെരിന്തൽമണ്ണ ടു ബാംഗ്ലൂർ ഇതിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ റാഷി? തള്ളു നന്നാലും പോലെ. അബിയുടെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഇതിൻ്റെ ചിറകിൻ്റെ മുകളിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് പരീക്ഷണ പറക്കൽ ഇത് 1977 കേട്ടോ. ഈ കാണുന്ന ഈ സംഭവം അല്ലേ, ഇത് വിൻ മെഷറിങ് യൂണിറ്റ് ആണോ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതാണോ? ഇതാണ് ഇത്ര ഫ്രണ്ട്സിൻ്റെ സൈഡ്. അതന്നെ ആയിരിക്കും അല്ലേ? അതന്നെയാണ് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ സൈലൻസർ. പിന്നെ അതേപോലെ കണ്ടില്ലേ സംഭവമാണ് കേട്ടോ. ഒരു വെറൈറ്റി അല്ലേ? അതാണ് ഇതിൻ്റെ ഗണ്ണിൻ്റെ തോന്നുന്നു ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അല്ലേ ഇത് ഭയങ്കര ഷാർപ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഈ പുളിയോടാ ഇതാണല്ലേ, ആണ് ഇതിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ഇതാണ് വെടിയുണ്ട പോകുന്ന സംഭവം, ബുള്ളറ്റ്സ് അല്ലേ. അതുപോലെ തന്നെ ഇതാ സൈഡിലുണ്ട്. ഇത് MiG-21 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 2230 km/h ആണ്. ഉള്ളിലേക്ക് കാണുമെന്നറിയില്ല. ചിറകിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങടാ? എവിടെ പോവാ? അപ്പോസ് പോവാ? ദുബായി പോവാണോ? ചിറകുമിരുന്നിട്ടാ പോണേ ആണോ? ചിറകുമിരുന്നിട്ടാ പോണേ. ഫ്രാൻസ് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ റാഷി ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവമാണ് കേട്ടോ.
ഇത് വീല് ജാമാണ്, എന്നാലും കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോസ് ഉടായ്പും അവനും കഞ്ഞിയാണ്. പ്ലസ് അതുപോലെ തന്നെ ഇതായി ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പുറ്റ് പോലെ കാണുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് നല്ലൊരു കറിയൊന്നും പറയുന്നത് ഇന്നലെ പാമ്പും പുറ്റും എന്തെങ്കിലുമൊക്കെ ആണോ. 2250 km/h. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഫ്രണ്ട്സ്. അല്ലേ അതുപോലെ അപ്പൂസ് ഫുള്ള് കച്ചറയാണ്. അപ്പൂസിനെ കൊണ്ട് ഭയങ്കര പാടാണ് അല്ലേ. റാഷിൻ്റെ കൂടെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ റാഷിക്ക് ഇട്ടിട്ടും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നൈജീരിയ എന്ന് വന്നൊരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റേ തൊപ്പിയൊക്കെ ഉണ്ട് തലയിലിടാൻ വേണ്ടിയിട്ടുള്ളത്. നൈജീരിയ മറ്റേ എന്തായിരുന്നു ആ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? അല്ല മറ്റേ ഗെയിം ഉണ്ടായിരുന്നില്ല അഭി, അതെന്തായിരുന്നു? സബ്വേ സർഫീസസ്. ചിറകും വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ കുട്ടികളെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. മിക്കവാറും അവർ വന്ന് തല്ലു എന്നുള്ളത് കണ്ടറിയാം. പക്ഷെ അതുപോലെ തന്നെ അല്ലേ ഇത് ഒരു മെറ്റോറോളജിക്കൽ റഡാറാണ് അല്ലേ. എക്സ്പാൻഡ് റഡാർ യൂസ്ഡ് ടു ഡിറ്റക്ട് വെദർ അറൗണ്ട് ആൻ എയറോഡ്രോം ഫോർ ബ്രീഫിംഗ് പൈലറ്റ്സ് ഫ്ലൈയിങ് ഇൻ ടു ഓർ അവേ ഫ്രം ആൻ എയറോഡ്രോം. അപ്പോൾ നമ്മളെ വെദർ ഇതിലേക്ക് വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എന്താ അറിയോ, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ച് നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ അറിവില്ലാതെ അത് പറഞ്ഞു വയ്ക്കല്ലേ ഇത് പറഞ്ഞു വയ്ക്കല്ലേ എന്ന് പറയരുത്. അതെ, ഇത് ഫസ്റ്റ് ഡിസ്ക്ലെയിമറായിട്ട് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് പറയുന്നുണ്ട്. എന്നാലും ഇത് പകുതിയിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഇടയിൽ നിന്നൊന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഒന്നും പറയല്ലടേ എന്നുള്ള ഡയലോഗ് പറയരുത്. ദയവ് ഇത് കറക്കി വിട്ടിട്ടുണ്ടായിരുന്നു സംഭവം കണ്ടില്ലേ. ഇത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എനിവേ അതേപോലെ തന്നെ ഇത് എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന റഡാറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, റഡാർ സ്റ്റാൻഡ്സ് ഫോർ റേഡിയോ ഡിറ്റക്ഷൻ. അതിൻ്റെ റേഡിയോ ഡിറ്റക്ഷൻ അനുസരിച്ചിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കണ്ടില്ലേ. ഇത് നമ്മൾ തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കാറ്റിനനുസരിച്ചിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം സെറ്റപ്പ് ഇതാണ്. ഇതും ഡിസ്ക്ലെയിമറായിട്ട് ഞങ്ങൾ പറയണം. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പൂർവാധികം ക്ഷമയോട് കൂടിയിട്ട് ക്ഷമിക്കുക ഞങ്ങളെ. നമുക്കിപ്പോൾ മഴക്കാറ് മൂടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ. പിന്നെ കാലാവസ്ഥ വലിയൊരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇത് ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റാഷി, നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മളുടെ ഇത്രയും പോകുന്ന തലേന്ന്, ഈ മനുഷ്യന്മാരുടെ തലേന്ന് വന്നിട്ട് അല്ലേ, ആ ഒരു എഞ്ചിനീയേഴ്സിന്റെ, മനസ്സിലായില്ലേ? അതല്ല, അതാണ് ഇതിന്റെ ഇയർ ഏതാ കൊടുത്തേക്കണേ? 1967 മുതൽ 1991 വരെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളന്ന് ഇതുപോലെ ചിത്രദുർഗ ഫോർട്ട് പോയപ്പോൾ നിങ്ങൾക്കൊരു വെടിമരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഇത് ഒരു കിണർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഇതുപോലത്തെ ഒരു എൻജിനീയറിങ് മികവ് നമ്മൾ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കാലയളവിലുള്ള ഒരു സമയത്തുള്ള വെടിക്കോപ്പ് ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ കാണിച്ചു തന്നെ ചിത്രദുർഗ ഫോർട്ടത്തെ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഇത് 1967 ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. എന്നാലും നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ നമ്മളുടെ പോലത്തെ മനുഷ്യന്മാരനെയുള്ളത് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം. അതും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി അത്രയും വലിയൊരു അഭിമാനമായിട്ട് തോന്നും. ചെറിയൊരു സ്ഥലം ഇവിടെ ഉണ്ട് അല്ലേ, ചെറുതായിട്ട് കുട്ടികൾക്ക് കുറച്ച് നേരമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. ഇത് ദേവോ എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ആണ്.
UK അല്ലേ? ആ UK എഡിഷൻ. അത് സംഭവം ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 370 km/h ആണ്. അതുപോലെ 1950 ഫസ്റ്റ് ഫ്ലൈയിങ് 1950 ഇതിന്റെ പവർ പ്ലാന്റ് ജിപ്സി ക്യൂ സീരീസ് 17 എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ചിറകിൻ്റെ മുകളിലത്തൊക്കെ നമ്മളെ ഹാൻഡ് മെയ്ഡിൻ്റെതായിട്ടുള്ളൊരു സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. കൂടുതലിപ്പം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ റാഷി പിന്നെ പ്രൊപ്പല്ലർ എയറിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഷാഫ്റ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇതിൻ്റെ ടയറുകളൊക്കെ നിലത്ത് മുട്ടിയ രീതിയിൽ തന്നെ ഫുള്ള് അത് സത്യത്തിൽ പക്ഷേ ഫ്രണ്ടിലുള്ള സാധനം ലാൻഡ് ചെയ്യുമ്പോഴും ഇത് മൂവ് ചെയ്യണ സമയത്തും അല്ലേ? അല്ല, അത് സൈഡിലേക്ക് സൈഡിലേക്കാണ് അല്ലേ? അങ്ങനത്തെ രീതിയിലുള്ളതാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം കവർ ചെയ്തു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യും. ഇതിൽ 3 എയർക്രാഫ്റ്റ് ഇരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതാ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് റാഷിദാണ് നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ ഫ്രണ്ടാണ്. പെരിന്തൽമണ്ണയിൽ ഇൻഫോടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ സർവീസും സെയിൽസും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് പുള്ളിയുടെ. അപ്പോൾ അവനിപ്പോൾ ബാംഗ്ലൂരാണ് കുറച്ചായിട്ട്. സോഫ്റ്റ്വെയറിൻ്റെ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലൊക്കെയാണ് ആൾ. അപ്പോൾ അവനാണ് നമുക്ക് ബാക്കിയുള്ള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെറിയ എയർക്രാഫ്റ്റുകളാണ് ഇനിയുള്ളത്. അതായത് ഇതിൽ 2 പേർക്ക് പോകാൻ പറ്റണതാണോ ഒരാൾക്ക് പോകാൻ പറ്റുന്നതാണോ എന്നറിയില്ല. ചെറിയതാണ്. ഇത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ബാംഗ്ലൂർ. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ സംഭവം. ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, HAL-അല്ല, ബാംഗ്ലൂർ. ഡിസൈൻസും കാര്യങ്ങളും അല്ലേ? അതുപോലെ തന്നെ അതാ ഹിന്ദുസ്ഥാൻ ട്രെയിനർ. ഇത് HT2. ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് HAL. ഇത് ആദ്യമായിട്ട് പറത്തിയിട്ടുള്ളത് 1951 1964 വരെയൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതാ അതാ ഹെഡ്ലൈറ്റ്. സത്യം, ഇതാ ഹെഡ്ലൈറ്റുള്ളൊരു എയർക്രാഫ്റ്റ് ആദ്യമായിട്ട് കാണാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതും HAL-ൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർ VM ഗാദേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം. കിരണാണത്. അതുപോലെ തന്നെ അതിൻ്റെ എൻജിനും കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എഞ്ചിനിലൂടെ വിൻഡ് പോയിട്ട് ബാക്കിലൂടെ ഫയർ വരുന്ന ബൂസ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ എൻജിൻസാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണല്ലോ, ഇതൊരു നമ്മളെ അമേരിക്കക്കാരൊക്കെ ഉണ്ടാക്കണ പോലത്തെ ഒരു സെയിം ആ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരും. U784 അത് കണ്ടില്ല. ഇതാണല്ലേ അപ്പോസ് ഇവിടെ വടി എടുത്തിട്ട് വെറുതെ ആൾക്കാരെ തല്ലിയും കൊണ്ട് നടക്കുക. ഒരു സിമുലേറ്റർ ഗെയിമിൻ്റെയും കൂടെ നമ്മളൊരു ഇതെടുത്തിട്ടുണ്ട്, ഒരു പാസ് എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേയിലാണ് അധികം പറയും അല്ലേ? എൻജിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ, എൻജിൻ മേക്ക് ചെയ്യണതിൻ്റെയും സെറ്റിങ്സും കാര്യങ്ങളും. ഇതിപ്പോൾ ഇതുകൂടെ നോക്കിക്കോളൂ കേട്ടോ. 1953 1952 പിന്നെ ലാൻഡിങ് ഗിയർ, അതായത് ഫ്രണ്ടിൽ വരുന്ന വീൽ. ഈ സംഭവത്തിലാണ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ബാക്ക് കുത്തി ഫ്രണ്ട് വന്നിട്ട്
മാത്രമല്ല ഈ സാധനം എക്സൈൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. കൽപ്പന ചോള ഫോട്ടോ എടുത്താണ് ഇതൊക്കെ അല്ലേ? പുള്ളിക്കാരി എടുത്തിട്ടുള്ള ഫോട്ടോകളാണ്. പക്ഷെ അത്രയും കാലപ്പാക്ക് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതാണ്. കൊളംബസ് സ്പേസ് ഓരോ ഫോട്ടോസും കൽപ്പന ചോള എടുത്തതാണ്. പക്ഷെ അവരിതായിട്ടും എങ്ങനെ ഫോട്ടോസ് അവിടെ ഇത് കിട്ടിയിട്ടുണ്ടാവില്ലേ? അവിടെ തന്നെ സ്പോട്ടിലുണ്ടായ ഭൂമിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ. അല്ല, അതിൽ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ നമുക്ക് ഫോട്ടോ. ആ എന്താണ്? ആ പോയില്ലേ? എടാ ഇത് എമർജൻസിയിൽ ഇറങ്ങുന്ന പാരഷൂട്ടടാ. നമ്മൾ സീറ്റ് കൊടുക്കണല്ലേ? ആ പൈലറ്റ് എയർക്രാഫ്റ്റ് ഫെയിലിയർ എന്തെങ്കിലും ആകുമ്പോൾ സീറ്റ് കൊടുക്കണേ നേരെ താഴേക്ക് പോരുന്ന അത്രയും സേഫ്റ്റിയാണ്. കാലഘട്ടം ഏതാണോ? ഈ ഒരു കാലഘട്ടത്തില് ആ 90s ഒരു സംഭവമാണ് ഈ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോഴത്തെ സെറ്റപ്പ് ഇതിനേക്കാളും എത്ര അഡ്വാൻസ്ഡ് ആയിട്ട്. ഈ വീലോട് തന്നെ കൂട്ടിയിട്ടാണ് താഴേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റമാണ് മുകളിലുള്ള ഹെൽമെറ്റിന്റെ മുകളിൽ. ഓക്സിജൻ വരെ, ഓക്സിജൻ സപ്ലൈസ് വരെ വരുന്നു. സെറ്റപ്പ് അടക്കാൻ അതിനകത്ത് ഇങ്ങനെ മുകളിലേക്ക് ഹാങ് ചെയ്തിട്ടല്ലേ? അവർ ഹാങ് ചെയ്ത് നിർത്തിയതായിരിക്കും. അപ്പോൾ അത് അംബ്രല്ല സെറ്റപ്പ് തന്നെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് എഞ്ചിനും HAL തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ? കംപ്ലീറ്റ് HAL കൊടുത്തിട്ടുണ്ട്. ബാഡ്ജിങ് അവിടെ കണ്ടോ നമുക്ക് ബാഡ്ജിങ് കാണാൻ പറ്റും HALന്റെ. ആയിരത്തി 1955 മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. 1955 HT2 എയർക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ലൈൻ. കണ്ടിന്യൂസ് വീഡിയോ എടുക്കണ്ട, കട്ട് ചെയ്തിട്ട് എടുക്കണ്ട. ഓരോ എൻജിൻസ് ആണ്. ഹെലികോപ്റ്ററാണ്. എങ്ങനെ? സർവലൈൻസിന് ഉപയോഗിച്ച് വരുന്ന ഹെലികോപ്റ്ററാണ്. 240 km/h സ്പീഡ്. പക്ഷെ ഇത് മിനിയേച്ചറാണോ? അക്കോമഡേഷൻ അപ് ടു 7 പേഴ്സൺ ഇൻക്ലൂഡിങ് പൈലറ്റ്. 7 പേര് പൈലറ്റ് അടക്കം ഇതിൽ പോകും. അതിന്റെ മിനിയേച്ചർ അല്ല, മിനിയേച്ചറാണ്. ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നമുക്ക് ഡ്രോൺ പോലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന. സത്യം. പെട്ടെന്ന് കണ്ടപ്പോൾ അതാണ് വിചാരിച്ചത്, ഡ്രോൺ പോലെ.
അതെ ഡ്രോണിന്റെ ഞാൻ സത്യത്തിൽ അതാണ് ഫസ്റ്റ് അന്നത്തെ കാലത്ത് ഡ്രോണിന്റെ പകരമുള്ളൊരു സെറ്റപ്പ്. നമ്മൾ നേരത്തെ ഒരു ഓട്ടോ പൈലറ്റ് ഇല്ലാത്തൊരു വിമാനം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഡ്രോൺ അല്ല, മിനിയേച്ചറാണ്. അതിന്റെ മിനിയേച്ചറാണ് 7 പേര് പോകുന്ന ഡീറ്റെയിൽ. അപ്പോൾ പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ മിനിയേച്ചറാണ്. അതും അതേപോലെ തന്നെ HALൻ്റെ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ മിനിയേച്ചറാണ്. ടർബോജെറ്റിന്റെ എഞ്ചിനാണത്. ജാഗ്വർ എയർക്രാഫ്റ്റിന്റെ ഫാൻ എഞ്ചിനാണ്. യെസ്. എന്തായിരുന്നു പിസ്റ്റൺ എഞ്ചിൻ. എനിക്ക് തോന്നുന്നത് എയർക്രാഫ്റ്റിന്റെ ഫ്രണ്ടിൽ വരുന്ന പ്രൊപ്പല്ലറും കാര്യങ്ങളായിട്ട് വരുന്നില്ലേ, അതിന്റെ ഉൾഭാഗം ശരിക്കും ഇങ്ങനെയായിരിക്കും വരുന്നത്. ഉള്ളിൽ ഈ ഒരു സെറ്റപ്പിലാണ് പ്രൊപ്പല്ലറിനെ ഇത് ഷേപ്പ് ചെയ്യുന്നത്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാ. എയർക്രാഫ്റ്റിന്റെ മെറ്റൽ ടാങ്ക് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഹാൻഡ് മെയ്ഡ് ആണ്. ഒരു സംഭവം ശരിക്കും സാധാരണക്കാരനായിട്ടുള്ള അല്ലേ കുറേ ആളുകൾ വർക്കേഴ്സ് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് 1945 1945 മെറ്റൽ ടാങ്ക്സ് എന്താണ് സെൽഫ് സീലിംഗ് ടാങ്ക്സ് അല്ലേ, സെൽഫ് സീലിംഗ് അടക്കം അല്ലേ 1945. അപ്പോൾ ഇത് നമ്മളെ ഇൻഡിപെൻഡൻസിന്റെ മുമ്പുള്ള സംഭവമാണ്, അഥവാ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്. നമ്മൾ കറക്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1947 കറക്റ്റ് സ്വാതന്ത്ര്യം കിട്ടണമായിരുന്നു. അതന്നെയാണ് 1944 അമേരിക്ക എവിടെ ഇത് കുറെ അൺവാണ്ടഡ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. അവിടെ അപ്പൊ വാ മോളിപ്പോ. എന്താണ് മുകളിൽ എന്താ? എന്നാ വാ നടക്കാം. അപ്പൊ എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്, പോയി നോക്കാം. അത് റിവേഴ്സ് വരുന്നുണ്ടല്ലോ. ഓരോ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻസാണ്. നമ്മൾ ആദ്യം കണ്ട മാരുതി ഉണ്ട്, ഇതിൽ HT2 ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കവർ ചെയ്ത് പോകുന്നതാണ്. നേരത്തെ കണ്ട കിരൺ ഉണ്ട്, കിരൺ MK, ബസന്ത്.
അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൻ്റെ ഡിസൈൻസാണ്. അതിൻ്റെ ഓരോ എൻജിൻസ്. ഇതും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് പോകാനുള്ളത് സിമുലേറ്റർ ഗെയിമിൻ്റെ അവിടേക്കാണ്. ഇതിലോട്ട് കയറുകയാണ്. ഇത് നമ്മുടെ വന്ന എൻട്രൻസ് ആണ്. അപ്പൂസ് എന്താ അപ്പു? അയ്യോ, മതിവിയും എവിടെ എൻട്രി എല്ലാവർക്കും പറ്റുമോ? എങ്ങനെ എൻട്രി എങ്ങനെ? ഇവിടെയാണ് സിമുലേറ്റർ. ഫ്രണ്ട്സ്, ഇതൊരു സിമുലേറ്ററാണ്. ഫ്ലൈറ്റ് ഓടിക്കണം അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ ഗെയിം സംഭവം ഗെയിം തന്നെയാണ്. ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ. ചാടി പൊട്ടി അങ്ങോട്ട് മറന്നു തരത്തി തീരുമാനമായിട്ടുണ്ട് ഫ്രണ്ട്സ്. അതെ, റെഡ് ബുള്ള് വിമാനം. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള അതേപോലത്തെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ആണല്ലേ. ഇവിടെ ഒരു ആക്സിലേറ്റർ. ഇത് ശരിട്ട് സ്റ്റേബിളാക്കാം. പൊക്കണ്ട സ്റ്റഡി ആയിട്ട് പോ. അങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ പോയിക്കോളും. നീ ചരിച്ചണെങ്കിൽ അതല്ല ഇതല്ല ഫ്രണ്ട്സ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പൈലറ്റ് ആയിരിക്കുകയാണ്. പ്ലെയിൻ ഡ്രൈവർ, പൈലറ്റ് അല്ല. അബി പ്ലെയിൻ ഡ്രൈവർ ആയിട്ടുണ്ട്. അബിയുടെ ഒപ്പം കയറി കഴിഞ്ഞാൽ തീരുമാനമാവും ചിലപ്പോ. അബി തല കുത്തിയിട്ടാണ് പോണത്. ഇപ്പൊ അത് ആകാശത്തേക്കാണ് നേരെ. ബഹിരാകാശത്തിൽ ചെന്ന് നിൽക്കുക എന്നുള്ളത് കണ്ടറിയാൻ വേണം. റാഷി ഇവിടെ നിന്നിട്ട് എന്തൊക്കെയാ തള്ളുണ്ട്. എയർപോർട്ട് കാണാനില്ലാത്തോണ്ട് അബി ആകെ വണ്ടറടിച്ചേക്കാണ്. എവിടെയാണ് ഇപ്പൊ ലാൻഡ് ചെയ്യേണ്ടെന്നുള്ളൊരു പിടുത്തമില്ല. അബി എന്നെ കാണുന്നുണ്ടോ? ഞാൻ മുന്നിൽ പറയാം. അബി എന്നെ കാണുന്നുണ്ടോ? ഇവിടെ ഇറക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.